വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ധർമ്മടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചക്കരക്കൽ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗം നടത്തി. സംസ്ഥാന സെക്രട്ടറി പി.സി. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇതിനെപ്പറ്റി പരാതികൾ പറഞ്ഞാൽ അസോസിയേഷന്റെ നേതാക്കളെ ഇതിനുവേണ്ടി പരാതികൾ പറഞ്ഞാൽ അത് ചെവിക്കൊള്ളാൻ അതിന് പറ്റിയ ഒരു ഉദ്യോഗസ്ഥനും മെഡിസിപ്പിന്റെ രൂപത്തിൽ നോഡൽ ഓഫീസറായാലും അതിന്റെ ആൾക്കാരായാലും ഫോൺ പോലും എടുക്കാൻ ഈ പാവപ്പെട്ട പെൻഷൻകാരന്റെ ദൈന്യസ്ഥിതി മനസ്സിലാക്കി അതിൽ പ്രതികരിക്കാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അത് അവരുടെ ഹോസ്പിറ്റലുകാരുടെ അവരുടെ സൗകര്യം പോലെ മെഡിസിപ്പിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എന്നിട്ടും അതിന് സമ്പത്ത് നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന സമ്പത്തിൽ ഒരു വിഹിതം കേരള ഗവൺമെന്റ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമുക്ക് ചികിത്സ ലഭിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഇന്ന് നമ്മൾ ജൂലൈ 1 നമുക്ക് സന്തോഷകരമായ ഒരു ദിവസമാകേണ്ടതായിരുന്നു. UDF ഗവൺമെൻറ്റാണ് ഭരിച്ചിരുന്നെങ്കിൽ. കാരണം എന്താ, നമുക്ക് പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കി പെൻഷൻകാരുടെ കൈകളിലേക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളും അതിൻ്റെ എല്ലാ അരിയറകളും കിട്ടി നമ്മൾ സന്തോഷവാന്മാരായി വീടുകളിൽ കഴിയേണ്ട അവസ്ഥയിലാണ്. ഇന്ന് ഈ മഴയത്തും തോരാ മഴയത്തും നമ്മൾ ഈ ട്രഷറികൾക്ക് ചക്കരക്കല്ലിൽ ഈ ട്രഷറിക്ക് മുമ്പിൽ നമ്മൾ ആവലാതികൾ ബോധിപ്പിക്കാൻ സംസ്ഥാനത്തെ മുഴുവൻ ട്രഷറികൾക്ക് മുമ്പിലും നമ്മൾ അണിനിരക്കേണ്ടി വന്നു. 2024 ജൂലൈ 1 മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസിപ്പ് പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു യോഗം. നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജീവൻ ചുരുക്കണ്ടോത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രവീന്ദ്രൻ കോയ്യോടൻ, സംസ്ഥാന അപ്പലറ്റ് കമ്മിറ്റി ചെയർമാൻ P. രാഘവൻ മാസ്റ്റർ, ജില്ലാ ട്രഷറർ MP. കൃഷ്ണദാസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി C.T. സുരേശൻ, സംസ്ഥാന കൗൺസിലർമാരായ P. ലക്ഷ്മണൻ മാസ്റ്റർ, E. മുകുന്ദൻ, ഡോക്ടർ N. പ്രദീപ് കുമാർ, K. ബാലൻ മാസ്റ്റർ, K. ഹരീന്ദ്രൻ മാസ്റ്റർ, P. K. ജയാനന്ദൻ, V. ലളിത, T. C. രാജൻ, P. ചന്ദ്രബാനു, M. ശശിധരൻ, M. K. അംബിക, M. C. ദിനേശൻ, ബാലക്കണ്ടി ദിലീപൻ തുടങ്ങിയവർ സംസാരിച്ചു.